ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലേ, നൈറ്റിലാണ് നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നൈറ്റിൽ നമുക്ക് മുടി വളർച്ച നല്ല രീതിക്ക് കൂട്ടാനായിട്ട് മുടി പെട്ടെന്ന് നീളം വയ്ക്കാനൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ടോണറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഹെയർ പാക്കായിട്ടും ടോണറായിട്ട് എങ്ങനെ വേണം നമുക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നമ്മുടെ കിച്ചണിൽ കുറച്ച് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടോണർ ഉണ്ടാക്കുന്നത് കേട്ടോ. എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ മുടി നന്നായി തഴച്ച് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോലെ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ആ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹെയറിന് ഇത്രയും മതിയോ, അതുകൊണ്ട് ഞാൻ ഒരു ഒനിയനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സവാളയിൽ സൾഫർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സവാളയുടെ നീര് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. തുടച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ നമുക്കറിയാം എല്ലാവർക്കും ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഹെയർ പാക്കായിട്ടും ടോണറായിട്ടും അതുപോലെ തന്നെ ഓയിലായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കരിഞ്ജീരകമാണ്. മുടി എത്ര നരച്ച മുടിയാണെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് മുടി നല്ല ബ്ലാക്ക് കളറായിരിക്കാനും അതുപോലെ തന്നെ നല്ല രീതിക്ക് മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം. അപ്പം നമ്മൾ കരിഞ്ജീരകം അതുപോലെ തന്നെ ഉലുവയും ഒരേ അളവിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8-10ഓളം തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്തിനും തിക്നെസ്സിനും നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ടോണർ ആവശ്യം അതിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നൈറ്റിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീരിറക്കത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ആ ഒരു ജലദോഷമോ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കാനായിട്ടും അതിനെയൊക്കെ തടയാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു പനിക്കൂർക്കയുടെ ഇല. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിനും നര വരാതിരിക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പനിക്കൂർക്കയുടെ ഇല കൂടിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നൈറ്റിലല്ല ഡേയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ 4 സാധനങ്ങളും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് പൗഡർ പോലെയൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഉലുവയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊരു വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് വേണം വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1.5 ഗ്ലാസോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ടോണറിൻ്റെ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിപ്പിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളില്ലേ, അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എത്ര മുടി കൊഴിച്ചിലുള്ളവർക്കാണെങ്കിലും മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിക്ക് ഉള്ളു വെക്കാനും കൊഴിഞ്ഞുപോയ സ്ഥാനത്തൊക്കെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും ഈ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരാഴ്ച നിങ്ങൾ 7 ദിവസം ഇതൊന്ന് നൈറ്റിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ടോണറിൻ്റെ കളർ നല്ല രീതിക്ക് ഒരു മെഹന്തി ഗ്രീൻ കളറിലോട്ട്
ആയിട്ടുണ്ടാവും. നമ്മുടെ ആ ഉലുവയുടെയും കറിവേപ്പിലയും കൂടെ മിക്സും കൂടി ചേർന്ന് വരുമ്പോൾ ആ ഒരു കളറായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സവാളയുടെ ജ്യൂസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു ജ്യൂസും കൂടി ചേർത്തതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തീ കുറച്ചിട്ടതിന് ശേഷം മാത്രം തിളപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഒനിയൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി നമ്മുടെ ആ ഒനിയൻ്റെ ജ്യൂസും കൂടി ചേർക്കുമ്പോൾ വേറൊരു കളറായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. തണുത്തതിന് ശേഷമാണ് നമ്മളിതിന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ തണുത്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല രീതിക്ക് നമ്മുടെ പാക്ക് തണുത്തിട്ടുണ്ട്. നല്ലൊരു മെഹന്തി ഗ്രീൻ കളറിലാണ് നമ്മുടെ ഈ ഒരു ടോണർ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുള്ളത് ഇത് നൈറ്റിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ എത്ര മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റാനും അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാതിരിക്കാനും ഇപ്പോഴൊരു 25-30 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ നരയൊക്കെ വന്നു തുടങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള DIYs ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ എത്ര മുടി കൊഴിച്ചിലും അകാല നരയും അതുപോലെ ഹെയർ പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു തവണ യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ആഴ്ചയിൽ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് ഡെയിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. എനിക്ക് വീടിനകത്ത് അധികം വെട്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നൈറ്റിൽ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ടാണ്. വെറും 7 ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഒനിയൻ്റെ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തിളച്ച് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്മെല്ലിൻ്റെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകി കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഏതൊരു പാക്കാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുടിയെല്ലാം ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇൻവേർഷൻ മെത്തേഡിൽ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വിടുക. ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ എങ്ങനെയാണോ ഹെയർ കെട്ടി വെക്കുന്നത് ആ രീതിയിൽ കെട്ടി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡെയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊരു 20-30 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഹെയർ വാഷ് ചെയ്ത് കളയും. ഇത് നമുക്ക് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഒരാഴ്ച നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ നെറ്റ് കെയറിൽ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോവുക അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ആ കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടിയിഴകളൊക്കെ കിളിർത്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസൊക്കെ ഉള്ള ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇതൊരു ആഴ്ചയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത്രയ്ക്കും നല്ല സൂപ്പറായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അകാല നരയൊക്കെ ഉള്ളവരാണെങ്കിലും അകാല നര വരാതിരിക്കാനൊക്കെ ആയിട്ട് മുന്നേ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ സംഭവമാണ്. അപ്പോൾ എപ്പോഴും നൈറ്റി ചെയ്യുമ്പോൾ ഹെയറൊക്കെ ഡ്രൈ ആയതിനു ശേഷം മാത്രം കെട്ടി വെച്ച് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാനായിട്ട് വിട്ടുപോകല്ലോ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.